അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിലാക മത്ലൂബി. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ നല്ല നല്ല രാത്രികളും ദിവസങ്ങളും നമ്മൾ നിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട 6ാമത്തെ ദിവസമാണ്. ഇന്ന് ചൊല്ലേണ്ട ദിക്റുകളും സലാത്തുകളും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാരെയും നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നമ്മളെ മജ്ലിസിലേക്ക് കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളുടെ പേരിലും അജ്മീർ ഖാജ തങ്ങളുടെ പേരിലും ഫാത്തിഹകൾ ഓതുകയാണ്. എല്ലാ മജ്ലിസിലും അങ്ങനെ ഉണ്ടാവും. തുടക്കത്തിൽ ഈ പറഞ്ഞ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതണം. ഈ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മജ്ലിസ് നിലനിർത്തി തരട്ടെ. നമ്മളെ സർവ്വ പ്രയാസങ്ങളും അള്ളാഹു അകറ്റി തരട്ടെ. മദീനയിൽ ചെല്ലാൻ മുത്തുനബിയുടെ ചാരത്തെത്തി മുത്തുനബിയോട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയാൻ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة خواجة معين الدين الجشتي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة CM വലിയുള്ളാഹി المنبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് അജ്മീർ ഖാജ തങ്ങളെ ബർക്കത്ത് കൊണ്ട് CM വലിയുള്ളാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിച്ച് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ, ഈ മജ്ലിസിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അവരെ സർവ്വ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. മനസ്സിലെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നീ അജ്മീർ ഖാജ തങ്ങളെ കൊണ്ടും ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളെ കൊണ്ടുമുള്ള ഒരു കുറച്ച് തവസ്സുൽ ബൈത്ത് നമുക്ക് ചൊല്ലിയിട്ട് ദിക്റിലേക്കും സലാത്തിലേക്കും കടക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സുഹൃതങ്ങളേറെ ചെയ്യുവാൻ പാപങ്ങൾ
രോഗങ്ങളെ അകറ്റുവാൻ മികവുറ്റ ജീവിതം തീർക്കുവാൻ അജ്മീർ വലി തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സൽകർമ്മമിൽ മുഴുകിടുവാൻ സന്താപമെല്ലാം മാറുവാൻ സന്തോഷ ജീവിതം ഏറ്റുവാൻ അജ്മീർ വലി തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കടംബീടി റാഹത്തായിടാൻ ബന്ധങ്ങളിൽ ഖൈറേറിടാൻ മനസ്സിന്റെ വ്യതകൾ മാറിടാൻ അജ്മീർ വലി തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേഗ് റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാഹിറും ബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ മാറ്റിടേണേ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വലിയ രണ്ട് മഹാന്മാരാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളും അതുപോലെ തന്നെ ഖുതുബുൽ ആലം CM വലിയുല്ലാഹി തങ്ങളും. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ദിവസങ്ങളിലെ എല്ലാ ദിവസങ്ങളിലും നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകട്ടെ. ആഫിയത്തുള്ള ആരോഗ്യവും അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മളെ മക്കളെ കുടുംബങ്ങളൊക്കെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചൊല്ലേണ്ട ദിക്റിലേക്ക് പ്രവേശിക്കുകയാണ്. 11 പ്രാവശ്യം നമുക്ക് ചൊല്ലാം യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്ന് ചൊല്ലി ദുആ ചെയ്താൽ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അർഹമർ റാഹിമീൻ എന്ന ബർക്കത്ത് കൊണ്ട് നമ്മളുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. യാ അർഹമർ റാഹിമീൻ, 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 യാ അർഹമർ റാഹിമീൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ റഹ്മാനെ. കടങ്ങൾ വീട്ടി തരണേ റഹ്മാനെ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തികമായ പുരോഗമനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം, പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു കാലം, അപകടങ്ങളും ആക്സിഡന്റുകൾക്കുമൊക്കെ അധികരിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ചൊല്ലാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. എല്ലാവരും ചൊല്ലും സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവേ യാസീനിലെ അത്ഭുതകരമായ ഒരു ആയത്താണല്ലോ. ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അപകടങ്ങളെ തൊട്ടുകാക്കണേ റഹ്മാനെ. ഞങ്ങളും ഞങ്ങളെ കുടുംബക്കാരും മക്കള് മാതാപിതാക്കൾ എല്ലാവരും ജസ്നയന്മാരൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. ആക്സിഡന്റിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയൊക്കെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ.
ഇൻഷാ അല്ലാഹ് ഇനി പരിശുദ്ധ അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. അത് ഇന്ന് എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ ഒരുപാട് ചെല്ലേണ്ടതാണ് യാ വഹാബു യാ അല്ലാഹ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു 100 പ്രാവശ്യം ചെല്ലാം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു വലിയ നേട്ടം നമ്മൾക്ക് നൽകും. നമ്മളെ ജീവിതത്തിൽ ഇത് മുറുകെ പിടിക്കണം. അള്ളാഹു ഔദാര്യം നൽകുന്നവനാണ്, അള്ളാഹു ധാരാളം ദാനം നൽകുന്നവനാണ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മൾക്ക് നൽകും. നമുക്ക് ഒരുമിച്ച് ചെല്ലാം 100 പ്രാവശ്യം. യാ വഹാബു യാ അല്ലാഹ്, 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 യാ വഹാബു യാ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ 100 പ്രാവശ്യം യാ വഹാബ് എന്ന് പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ 6-ാം ദിവസമായ ഇന്ന് ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ സ്വീകാര്യത നൽകണേ റഹ്മാനെ, ദാനം നൽകണേ അല്ലാ, ഔദാര്യം നൽകണേ റഹ്മാനെ, സമ്പത്ത് നൽകണേ അല്ലാ, വീട് നൽകണേ അല്ലാ, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് ചെല്ലാൻ പറഞ്ഞ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന എന്ത് വേണമെങ്കിലും പറയാം. വലിയ പോരിശയാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്ന ദിക്റിനുള്ളത്. ഇതൊരു പ്രാർത്ഥനയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കും. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ
യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് 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 യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹിന്റെ സഹായം നമ്മൾക്ക് നൽകട്ടെ. അള്ളാഹിന്റെ സഹായം ചോദിക്കുകയാണ്. അള്ളാഹിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹിന്റെ സഹായം സാധുക്കളായ നമ്മൾക്കൊക്കെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ റജബ് മാസം എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന ഇന്നലെ നമ്മൾ ഓർമ്മപ്പെടുത്തി, മിനിഞ്ഞാന്നൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ റജബ് മാസം വന്നാൽ ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതൊരിക്കലും നമ്മൾ ഈ മാസം ഒഴിവാക്കാൻ പറ്റൂല, അടുത്ത മാസം ഒഴിവാക്കാൻ പറ്റൂല. അതൊക്കെ നമുക്ക് ചെല്ലാം. അള്ളാഹു വലിയ ബർക്കത്ത് നൽകും ഈ പ്രാർത്ഥന കൊണ്ട് എന്നുള്ളതാണ്. എല്ലാവരും കൈ ഉയർത്തിക്കോളി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാ മേഖലകളിലും നമ്മൾക്ക് ബർക്കത്ത് നൽകട്ടെ. മക്കളിൽ ബർക്കത്ത് നൽകട്ടെ, വീട്ടിൽ ബർക്കത്ത് നൽകട്ടെ, ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ, സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ, ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ഏറ്റേറ്റ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പം മാത്രമല്ല, നിങ്ങൾ എല്ലാ സമയത്തും എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോൾ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഈ പ്രാർത്ഥന ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം ദുആ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളൊരു ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പോവുകയാണ്. കാരണം റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാറുകളാണ് നമ്മൾ വരുന്നത്. പലവിധ ഇസ്തിഗ്ഫാറുകൾ ഈ റജബ് മാസത്തിൽ നമ്മൾ ചൊല്ലണം. നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരണം. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകും. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ റൂഹിനെ പിടിക്കാൻ വന്നിട്ട് എനിക്ക് കുറച്ച് സമയം തരണം, ഞാനൊന്ന് തൗബ ചെയ്യട്ടെ, ഞാൻ കുറച്ച് ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ, ഞാൻ കുറേ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് തൗബ ചെയ്യാനുള്ള സമയം നൽകണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇദാ ജാ അജലുഹാ വല യുഅഖിറുല്ലാഹു നഫ്സ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമ്മളെ അടുക്കലേക്ക് അസ്രായീൽ റൂഹിനെ പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമയം നൽകൂല, തൗബ ചെയ്യാനുള്ള സമയം നൽകൂല, അങ്ങോട്ട് പിടിക്കും റൂഹിനെ. അപ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം വരുന്നതിന്റെ മുമ്പ് നമ്മൾ തൗബ ചെയ്യണം, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിനാണ് റജബ് മാസം, അതിനാണ് ശഅബാൻ മാസം, അതിനാണ് റമളാൻ മാസം, അതിനാണ് റബീഉൽ അവ്വൽ, അതിനാണ് ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകട്ടെ. എല്ലാവരും ചൊല്ലിക്കോളിയും അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ والحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه.
إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه أستغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പുറത്തരണേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അസൂയ, കിബിർ, അഹങ്കാരം, ലോകമാന്യം, കുശുമ്പ് തുടങ്ങിയ ഹൃദയത്തിന്റെ രോഗങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ, കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്. പക്ഷെ വല്ലാത്ത ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സൂറത്താണ് സൂറത്തുൽ കൗസർ എന്ന് പറയുന്നത്. സൂറത്തുൽ കൗസറിന് വല്ലാത്ത ബർക്കത്തുണ്ടെന്ന് മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു. ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ ഗൾഫിലേക്ക് പോവുകയാണ്, 100 വട്ടം സൂറത്തുൽ കൗസർ ഓതുക. മക്കളുടെ വിവാഹ അന്വേഷണം തുടങ്ങുകയാണ്, 100 വട്ടം ഓതിക്കോളും സൂറത്തുൽ കൗസർ. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ആ കാര്യം നടക്കുമെന്നുള്ളതാണ്. നമ്മളെല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. അത് നമുക്കൊരു 11 പ്രാവശ്യം ചെല്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, സൂറത്തുൽ കൗസറിന്റെ ബർക്കത്ത് കൊണ്ട് വലിയ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് മുത്തുനബി പറഞ്ഞ ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് നമ്മൾ ചൊല്ലുന്നത്. ഈ തസ്ബീഹ് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ പാപങ്ങൾ ഉണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരുന്നുള്ളതാണ്. ഏതായാലും റജബ് മാസത്തിൽ നമ്മൾ കൂടുതൽ പാപങ്ങൾ പൊറുപ്പിക്കണം, ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചെല്ലണം. അതിൽ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു തസ്ബീഹ് നമ്മൾക്ക് ഉൾപ്പെടുത്താം. ചൊല്ലിക്കോളി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവേ, ഈ തസ്ബീഹിന്റെ ബർക്കത്ത് കൊണ്ട് പാപങ്ങൾ പുറത്താട്ട് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി മനഃപൂർവ്വമായി തെറ്റ് ചെയ്യുന്ന അടിയാറുകളാണ്, പൊറുക്കണേ റഹ്മാനെ. സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സൂറത്തുൽ കൗസർ നമ്മൾ ചൊല്ലി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ തഹ്ലീൽ ചെല്ലാൻ പോവുകയാണ്. തഹ്ലീലില്ലാത്തൊരു മജ്ലിസ് ഉണ്ടാവില്ല. തഹ്ലീൽ വേണം. ഏത് മജ്ലിസ് നടത്തുകയാണെങ്കിലും അവിടെ തഹ്ലീൽ അത്യാവശ്യമാണ്. ചൊല്ലിക്കോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا الله. അല്ലാഹുവേ, തഹ്ലീലിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. തഖ്വ നൽകണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ العليم استغفر الله 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 العليم. റബ്ബേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. പറയാൻ പറ്റാത്ത അത്ര തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തില് പാപങ്ങളൊന്നും പുറത്തുകൊണ്ട അല്ലാ, സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലാ. ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇബ്ലീസിന്റെ കണിവല കാരണം ചതിയിൽപ്പെട്ടുകൊണ്ട് ധാരാളം തിന്മകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ മേൽ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കല്ല അല്ലാ. ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തലേ റഹ്മാനെ. ഞങ്ങളെ തിന്മകൾ മാപ്പ് നൽകണേ
നൽകണേ അല്ലാ. നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നീ പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. അതിന് പരിശുദ്ധമായ റജബ് മാസം കാരണമാക്കണേ റഹ്മാനെ. പടച്ചവരെ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ മുന്നിൽ വരാനുള്ള അധികാരം അർഹത ഞങ്ങൾക്കില്ല. നിന്നെ നോക്കാൻ പറ്റുള്ള കള്ള് ഞങ്ങൾക്കില്ല റഹ്മാനെ. ഹബീബായ മുത്തുനബിയെ കാണാൻ, മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കാനുള്ള കണ്ണ് ഞങ്ങൾക്കില്ല. ഞങ്ങളെ കണ്ണുകൊണ്ട് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൈ കൊണ്ട് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. നാവ് കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്, പൊറുക്കണേ റബ്ബേ, പുറത്തു തരണേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് അല്പം സലാത്ത് ചൊല്ലി മജ്ലിസ് അവസാനിപ്പിക്കാം. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഒരു സലാത്ത് ചൊല്ലിയാൽ 10 ഹസനത്താണല്ലോ. ഞങ്ങൾ ധാരാളം സലാത്ത് ചൊല്ലിയിട്ടുണ്ട് റബ്ബേ. ആ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹബീബായ മുത്തുനബിയെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആ മുത്തുനബിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. മുത്തുനബിയുടെ ആ പുന്നാര മുഖമൊന്ന് കാണാൻ, അവിടുത്തെ തലമുടിയൊന്ന് കാണാൻ, അവിടുത്തെ പുഞ്ചിരിയൊന്ന് കാണാൻ ഞങ്ങൾക്ക് സ്വപ്നത്തിലെങ്കിലും ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ ഹബീബിനെ പ്രിയം വെച്ചുകൊണ്ട്, ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ, അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ റൗളയിൽ പോയി അല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ ഉണർവിൽ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ ഹൗദുൽ കൗസർ നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ജീവിതത്തിൽ ധാരാളം സുഹൃതങ്ങൾ ചെയ്യാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ റജബ് മാസത്തിൽ ധാരാളം ആളുകളെ നീ നരകമോചനം നടത്തുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് നരകമോചനം നൽകണേ അല്ലാ.
ബറക്കത്ത് നൽകണേ അല്ലാ. ധാരാളം രോഗികളുണ്ട്, അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. എന്ത് രോഗമുണ്ടെങ്കിലും ശിഫയാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കബൂലിയത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. കടം കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കല്ലാ. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ, വീടില്ലാത്ത ആളുകളുണ്ട്, ഇപ്പോഴും അതേ വാടക വീട്ടിൽ കഴിയുന്ന ആളുകള്, ഇപ്പോഴും മോലമേഞ്ഞ വീടിൽ കഴിയുന്ന ആളുകളുണ്ട്. നല്ല വീട് കൊടുക്കല്ല, ഉദ്ദേശിച്ച വീട് കൊടുക്കല്ല. പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കല്ല. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ അല്ലാ. പണം നൽകണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകള്, അവർക്ക് നല്ല ജോലി കൊടുക്കല്ല, ഉദ്ദേശിച്ച ജോലി കൊടുക്കല്ല, പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ. ജോലി ആവശ്യാർത്ഥം പല നാടുകളിലേക്കും പോയ ആളുകളുണ്ട്, പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഖൈറ് കൊടുക്കണേ അല്ലാ. അവര് പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ലാ. പരീക്ഷയിൽ ഉന്നത വിജയവും മാർക്കും നൽകണേ അല്ലാ. മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. കള്ളു കുടിക്കുന്ന മക്കളുണ്ട്, അതുപോലെ തന്നെ മാൻസുകളും മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന മക്കളുണ്ടെന്ന് പറഞ്ഞ് ധാരാളം ഉമ്മമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ. സൽസ്വഭാവം കൊടുക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. നല്ല ഐക്യമുള്ള സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. കറകളഞ്ഞ ജീവിതം നൽകണേ അല്ലാ. നിഷ്കളങ്ക മനസ്സ് നൽകണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട്, ശത്രുക്കളെ തൊട്ട്, ശത്രു ശല്യങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. മഹാന്മാരെ സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഈ മജ്ലിസ് കാണുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരും ഈ മജ്ലിസിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുന്ന ആളുകളുണ്ട്, അവരെ പ്രത്യേകം നീ പരിഗണിക്കണേ റബ്ബേ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി, പലരും മരണപ്പെട്ടു, ഖബറിലാണ്. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവരെ ഖബർ റാഹത്തിലാക്കണേ റഹ്മാനെ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ സ്വർഗം നൽകണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം നിനക്കറിയാം, എല്ലാം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ പാവപ്പെട്ട ഭാര്യമാര്, അതുപോലെ തന്നെ ഞങ്ങളെ മക്കളുണ്ട്, ഞങ്ങളെ ജ്യേഷ്ഠന്മാര്, അനിയത്തിമാര്, ജ്യേഷ്ഠത്തിമാര്, കുടുംബക്കാരുണ്ട്. പടച്ചവനെ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾക്ക് അടക്കം വല്ലുപ്പ വല്ലുമ്മമാര്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.